പി അശോക് IAS-നെ KTDFC MD ആക്കി നിയമിച്ചുള്ള സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്ത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. പി അശോകനെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാമെന്ന് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. ചട്ടങ്ങൾ പാലിക്കാതെ സ്ഥലം മാറ്റിയെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് പി അശോക് IAS-ന്റെ KTDFC MD എന്ന ആ പദവി ആ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? സെപ്റ്റംബർ 1 സംസ്ഥാന സർക്കാർ ബി അശോകിനെ KTDFC MD ആയി നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. പക്ഷേ അതിനെ ചോദ്യം ചെയ്താണ് നിലവിൽ ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഉദ്യോഗസ്ഥർ ഈ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഈ നടപടി, കേഡറിന് പുറത്തുള്ള ഒരു വകുപ്പിലേക്ക് തന്നെ മാറ്റി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചു. സംസ്ഥാന സർക്കാർ അതിരൂക്ഷമായി തന്നെ ഈ ബി അശോകിന്റെ ഹർജിയെ എതിർത്തിരുന്നു. കൃത്യമായി ചട്ടങ്ങൾ പാലിച്ചാണ് നടപടിയെടുത്തതെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ ബി അശോക് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ഈ KTDFC MD ആയിട്ടുള്ള ഉത്തരവ് സ്റ്റേ ചെയ്തിട്ട് അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി, കൃഷിവകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാം എന്ന നിർദ്ദേശം നൽകിയത്. ഒപ്പം ചില നിരീക്ഷണങ്ങളും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ തകർക്കാനുള്ള ലക്ഷ്യമുണ്ട് എങ്കിൽ അതിന് മറ്റ് വഴികളില്ലേ, അല്ലെങ്കിൽ മറ്റ് വഴികൾ ഈ സ്ഥലം മാറ്റമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഭാഗത്ത് ഉണ്ടായിരുന്ന അതിരൂക്ഷ വിമർശനം സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, ബി അശോക് IAS-നെ KTDFC MD ആക്കി നിയമിച്ചുള്ള സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്ത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.